ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്യാരറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു ഹൽവയാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി നമുക്ക് പെട്ടെന്ന് പോയാലോ. അപ്പോൾ ക്യാരറ്റ് നമ്മൾ കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നതോടു കൂടി തന്നെ പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്, വെള്ളത്തിലല്ല. കാരണം പാലിലാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കിട്ടുമേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാലെടുക്കുന്നത്. അപ്പോൾ പാല് നന്നായിട്ട് കുറുകിയിട്ട് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വെന്ത് വന്നതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പാല് നന്നായിട്ട് വറ്റിയെടുക്കണം. നമ്മുടെ ക്യാരറ്റ് കുറുകി ഒരു പാലൊക്കെ വറ്റിയിട്ടുള്ള ഒരു പരുവത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ബദാമാണ്, ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ആ സമയത്ത് നമ്മൾ പാലൊക്കെ വെന്ത് വന്നതിന് ശേഷം മാത്രം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്താകുമ്പോഴേ തന്നെ നല്ലൊരു സ്മെല്ലിങ്ങനെ വരുവേ. അപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടാനുസരണം നമുക്ക് ലഡു പോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്.